അപ്പോൾ ഇന്നലെ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് 1 റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പറയുന്ന എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത് എന്തിനാണ് ഈ 3 ജഡ്ജസിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അഖിൽ മാരാർ, റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ്, 3 പേരും 3 വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാരാണ്, 3 വ്യത്യസ്തമായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാരാണ്. അതിൽ അഖിൽ മാരാറേയും റിയാസ് സലീമിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും 2 ഡയറക്ഷനിലോട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം റിയാസ് സലീമിന്റെ പല കോൺസെപ്റ്റിനോടും പല ചിന്താഗതികളോടും ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അഖിൽ മാരാർ ഒരു ചിന്താഗതികളോടും ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് ഈ പറയുന്ന റിയാസ് സലീം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പണികൾ അവർ കൊടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആദ്യമായിട്ട് ഈ ടീം സെലക്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ ടീം സെലക്ട് ചെയ്യുന്ന ടാസ്കില് നമ്മുടെ റിയാസ് സലീം ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അഖിൽ മാരാറുടെ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ടീമിലോട്ട് വന്നോളൂ എന്നാണ് നമ്മുടെ റിയാസ് സലീം ആദ്യമായിട്ട് ചോദിച്ചത്. ആൻഡ് അഖിൽ മാരാർ അതിന് തിരിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീസൺ 4 അതായത് നമ്മുടെ റിയാസ് സലീം ഉണ്ടായിരുന്ന സീസണിൽ അഖിൽ മാരാർ ഉണ്ടായിരുന്നെങ്കിൽ റിയാസ് സലീമിനെ അടിച്ച് ഒരു മൂലയ്ക്ക് ഇരുത്തുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അഖിൽ മാരാറുടെ ടീമിലോട്ട് വന്നോളെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഈ പറഞ്ഞ മാതിരി അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണി കൊടുത്തിട്ടാണ് ഈ പറയുന്ന ഷോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് കുറെ കോമണേഴ്സ് ഇത്തവണ വന്നിട്ടുണ്ട്. അപ്പൊ കോമണേഴ്സ് ഇത്തവണ ഒന്നിലധികം കോമണേഴ്സ് ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ആൻഡ് ഈ പറയുന്ന മാതിരി കോമണേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 10,000-ഓളം എൻട്രീസിൽ നിന്ന് ഓഡീഷൻ ചെയ്തെടുത്ത 40 ആൾക്കാരുണ്ട്. അപ്പം ഈ 40 ആൾക്കാരിൽ നിന്ന് ഫിൽട്ടർ ചെയ്തായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസിന്റെ കോമണർ എൻട്രിയിലുള്ള 2 പേര് ഇവരെ ചൂസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ നോർമൽ ബിഗ് ബോസ് ഷോ പോലെ അല്ല ഈ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ. കാരണം ഇതിനകത്ത് ജസ്റ്റ് ഗെയിംസും ടാസ്കും മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് അവരുടെ ഈ പറയുന്ന മാതിരി നമ്മുടെ മൊമെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വോട്ടിംഗ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് പക്ക ഗെയിമിങ്ങും അവരുടെ പേഴ്സണാലിറ്റി അസസ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷം അതിന്റെ ബേസിസിലായിരിക്കും 2 പേര് ഈ പറഞ്ഞ ബിഗ് ബോസ് ഷോയ്ക്കകത്തോട്ട് അവർ വിടാൻ പോകുന്നു. അപ്പൊ ബിഗ് ബോസിന് മുന്നേ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ബിഗ് ബോസിന് മുന്നേ ഉള്ള ഒരു പ്രീ ഷോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ അഗ്നിപരീക്ഷ വിലയിരുത്താം. അപ്പം ഇന്നലത്തെ ഇതിനകത്ത് 40 പേരുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ടാസ്ക് ഈ ലോക്ക് ആൻഡ് കീ എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു. അതായത് താക്കോൽ എടുത്ത ശേഷം അതിനകത്തുള്ള ക്ലൂ കണക്ട് ചെയ്തിട്ട് കറക്റ്റ് ലോക്ക് കണ്ടുപിടിച്ചിട്ട് ലോക്ക് തുറക്കുന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞത്. ആൻഡ് ഈ ടാസ്കിനകത്ത് 20 പേരാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തം 40 പേരുണ്ടായിരുന്നതിൽ നിന്ന് 20 പേര് വിജയിച്ചു. അപ്പം ആദ്യത്തെ 20 പേരിൽ ബാക്കി 20 പേര് എലിമിനേറ്റ് ആവുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവർ എലിമിനേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന ടാസ്ക് കഴിഞ്ഞ ഉടനെ തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഖിൽ മാരാർ, റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ് ഇവർ 3 പേരും ഈ പറയുന്ന ബാക്കി 20 പേരും 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് ഈ 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം ഈ 3 ടീമുകൾ തമ്മിൽ അതായത് ടീമുകൾ തമ്മിലല്ല, ടീമിനകത്തുള്ള ആൾക്കാർ തമ്മിലാണ് ബാക്കിയുള്ള മത്സരം എല്ലാം നടത്തിയത്. അപ്പൊ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് ഈ പറയുന്ന മാതിരി ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഈ പറയുന്ന മത്സരത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എത്ര പേര് അത് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഇൻവേർട്ടഡ് പിരമിഡ് കുറച്ച് ഗ്ലാസസും കുറച്ച് കാർഡ്ബോർഡ് പെട്ടിയുടെ കുറച്ച് കഷ്ണങ്ങളും വെച്ചാണ് ഇവർ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പിരമിഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്ന്, അതായത് ഒരു 5-6 പേര് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിരയായിട്ട് നിന്നിട്ട് അങ്ങനെയാണ് ഈ പറയുന്ന പിരമിഡ് ക്രിയേഷൻ ഗെയിമിൽ ഇവർ പങ്കെടുത്തത്. അപ്പം ഏറ്റവും അറ്റത്ത് നിന്ന് ആൾക്കാർക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് വെച്ച്. അപ്പം ഈ സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വെന്റിലേഷന്റെയോ ഈ AC-യുടെയും കാര്യങ്ങളൊക്കെ കാരണം സൈഡിൽ നിന്ന് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ തന്നെ ഈ പറയുന്ന സൈഡിൽ നിന്ന് ആൾക്കാർ ഈ പിരമിഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര വെയിറ്റ് കുറഞ്ഞ കപ്സും കാർഡ്ബോർഡ്സ് യൂസ് ചെയ്തിട്ട്. അപ്പം സൈഡിൽ നിന്ന് ആൾക്കാർക്ക് കാറ്റ് കൂടുതലായിട്ട് അടിച്ച് അവരുടെ പിരമിഡ്സ് പെട്ടെന്ന് തന്നെ വീഴാൻ ഇടയുണ്ടായി. ആൻഡ് അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്നവരല്ല, മിഡിൽ നിന്ന് ആൾക്കാരാണ് കൂടുതലും ഈ പറയുന്ന ഷോയിൽ ആ പറയുന്ന ഗെയിമിൽ വിജയിക്കേണ്ടി വന്നത്. അപ്പം അതുപോലെ തന്നെയായിരുന്നു അതിന്റെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ കുളംകരയുടെ ഒരു മോഡിഫൈഡ് വെർഷൻ ആയിരുന്നു അവർ രണ്ടാമത് കൊണ്ടുവന്ന ഗെയിം എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുളങ്കര എന്ന് പറയുന്നതിന് പകരം റനീഷ എന്ന് പറയുമ്പോൾ പുറകിലോട്ട് ചാടണം, അഖിൽ എന്ന് പറയുമ്പോൾ അകത്തോട്ട് ചാടണം, രഞ്ജിനി എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ട് ചാടണം, ആൻഡ് റിയാസ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ട് ചാടണം. അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ആൻഡ് ഇതിനകത്തുള്ള മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗെയിം ഭയങ്കരമായിട്ടും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ചെയ്തത്. അതായത് ചെറിയൊരു സർക്കിളിനകത്തോട്ടാണ് ഇവരെല്ലാവരും ചാടേണ്ടത്. ഇപ്പം ആദ്യത്തെ ആളിപ്പോൾ അഖിൽ എന്ന് പറയുമ്പോൾ അവർക്ക് അറിഞ്ഞൂടാന്ന് വിചാരിക്കും. ഇപ്പം ഒരാൾക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടത്, പക്ഷെ ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല. സോ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഫ്രണ്ടിലോട്ട് ചാടുമ്പോൾ ബാക്കിയുള്ളവരും കൂടെ ചാടും. അപ്പൊ ഒരാൾ മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടത്. അപ്പം ഇതിന്റെ സൈഡിലെ കൂടെ തന്നെ കുറെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരാൾ ഇങ്ങോട്ട് ചാടുമ്പോഴേക്കും ഇവർ സർക്കിൾസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി അലമ്പ് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അത് 3ാമത്തെ ഗെയിം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിം ആയിരുന്നു. ഈ ബോൾ ബൗൺസ് ചെയ്ത് കപ്പിനകത്തോട്ട് ഇടുക. ഒരു 3-4 കപ്പ് വെച്ചിട്ടുണ്ട്, കുറെ ബോൾസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ബോൾ ബൗൺസ് ചെയ്ത് കപ്പിനകത്ത് ഇടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഗെയിമിന്റെ വിന്നറായിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗെയിം ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി എല്ലാവരും ഒരേ രീതിയിൽ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ മത്സരിക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഗെയിമായിട്ടാണ് എനിക്ക് അത് തോന്നിയത്.
അപ്പോൾ ഈ ടാസ്ക് ജയിച്ചവർക്ക് എല്ലാവർക്കും ഇൻഫിനിറ്റി പെൻഡന്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഇൻഫിനിറ്റി പെൻഡന്റിന് ഒരുപാട് സ്പെഷ്യൽ പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പവേഴ്സ് എന്തൊക്കെയാണെന്ന് അവർ റിവീൽ ചെയ്തിട്ടില്ല. എനിവേ ഈ പറയുന്ന ഒരു പെൻഡന്റിന്റെ ഒരു റോള് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഒരു എൻട്രിയിലോട്ട് പോകുമ്പോഴേക്കും ഭയങ്കര ക്രൂഷ്യൽ ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ഈ പെൻഡന്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം മേ ബി ഈ പറയുന്ന മാതിരി ബിഗ് ബോസിന്റെ ഒരു സീസൺ 8 പോകാനുള്ള സാധ്യത ഉള്ളത്. എനിവേ ഈ പറയുന്ന ഗെയിം ജയിക്കുന്നവർക്കാണ് ഇത് കൊടുക്കുന്നത്. അത് മാത്രമല്ല ഗെയിം തോക്കുന്നവർക്ക്, അതായത് ഗെയിമിനകത്ത് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് അവരൊരു ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡേഞ്ചർ സോണിലോട്ട് അവർ കയ്യിലൊരു റെഡ് ബാൻഡും കെട്ടിയിട്ട് അവർ അങ്ങോട്ടും വിടുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഈ ടാസ്കിന്റെ ബേസിസിൽ ആരൊക്കെ ജയിക്കുന്നു ആരൊക്കെ തോൽക്കുന്നു എന്നുള്ള രീതിയിൽ ഓരോ റെഡ് ബാൻഡും ഈ പറയുന്നത് ഒരു ഇൻഫിനിറ്റി ബാൻഡും ഒക്കെ അവർക്ക് കൊടുത്ത ശേഷം ഇതിന്റെ ഒരു ബേസിസിലായിരിക്കും, അതായത് എത്ര ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയിട്ടുണ്ട്, എത്ര റെഡ് ബാൻഡ് കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ ഒരു ബേസിസിലായിരിക്കും മിക്കവാറും ആരൊക്കെ ഇതിനകത്തോട്ട് പോകണം ആരൊക്കെ ഇതിനകത്ത് പോകണ്ട എന്നുള്ളൊരു തീരുമാനം മിക്കവാറും എടുക്കുന്നത്. ഇതെന്റെ ഒരു ഊഹം മാത്രമാണ്. ഇന്നലത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. പക്ഷേ ഇതിനകത്തൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ 3 ജഡ്ജസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ പറയുന്ന ഒരു ജഡ്ജസിനെ ഇവിടെ കൊണ്ടുവന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗെയിം ഞാൻ പറഞ്ഞു മിസ്റ്റർ ബീസിന്റെ മോഡലിലുള്ള കുറച്ച് ഗെയിമും ടാസ്ക് മാത്രമാണ് ഇതിനകത്തുള്ളത്. അല്ലാണ്ട് ഈ പറയുന്ന ഇവർ എന്ത് ചെയ്യുന്നു, ഇവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഒബ്വിയസ്ലി ഇവരുടെ പെർഫോമൻസ് നോക്കുന്നുണ്ട്. ബട്ട് ഈ പറയുന്ന മാതിരി നമ്മുടെ ബിഗ് ബോസിനകത്തുള്ളത് മാതിരി ഇവരെങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു, ഇപ്പൊ ലാലേട്ടൻ വന്നിട്ട് നമ്മളത് സംസാരിക്കുന്ന മാതിരി ആ ഒരു സംഭവം അല്ല ഈ പറയുന്ന അഗ്നി പരീക്ഷ എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ടാസ്ക് എങ്ങനെ അവർ പെർഫോം ചെയ്യുന്നു, ഗെയിംസ് എങ്ങനെ അവർ കളിക്കുന്നു, അത് ഗെയിംസിൽ ജയിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ, തോൽക്കുന്നവർ ബാക്കിലോട്ട് പോകും. ഇത്രയുള്ള ഈ പറയുന്ന അഗ്നി പരീക്ഷ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ എന്തിനാണ് ഈ പറയുന്ന മാതിരി 3 ജഡ്ജസ്? റെനീഷയ്ക്ക് സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു ഹോസ്റ്റ് മാത്രം വെച്ച് നടത്താൻ പറ്റുന്ന ഒരു പരിപാടിയിൽ എന്തിനും ഇവർ 3 ജഡ്ജസിനെ കൊണ്ടുവന്നു? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന 3 ജഡ്ജസിന് 3 ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് 3 പേർക്കുള്ള 3 ഡിഫറെന്റ് കാഴ്ചപ്പാടുകളാണ്. പലർക്കും പലരുടെയും കാഴ്ചപ്പാടിനോടോ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവിനോടോ ചിന്താഗതികളോട് യോജിപ്പില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റിയാസ് സലീമും നമ്മുടെ അഖിൽ മാരാരും തമ്മിലുള്ള ഇഷ്യൂ. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന 40 കണ്ടസ്റ്റന്റിൽ 40 പേര് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ആരും ഇവരെ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. നമുക്ക് ആർക്കും ഇവർ ആരാണെന്ന് പോലും അറിയില്ല. അപ്പം ഒബ്വിയസ്ലി നമുക്ക് ഇവർ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന മാതിരി ഈ ഷോയ്ക്ക് ഒരു TRP റേറ്റിംഗ് കിട്ടാൻ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഷോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാതിരി നമുക്ക് പരിചിതമായിട്ടുള്ള ഈ ബിഗ് ബോസിന്റെ ഈ പറയുന്ന സീസണിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിവാദങ്ങളും കാര്യങ്ങളും ഇപ്പം ബിഗ് ബോസിലാണെങ്കിലും പുറത്തിറങ്ങിയിട്ടാണെങ്കിലും ഒരുപാട് ഒരു വിവാദങ്ങൾ ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് റിയാസ് സലീം എന്ന് പറയുന്നത്. അപ്പൊ 3 പേരും 3 വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ 3 പേരുടെ കാര്യങ്ങൾ 3 പേരുടെ പേരും ആൾക്കാർ ഒരുപാട് തിരയാറുണ്ട്. 3 പേരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു മീഡിയേറ്റർ പോലെയാണ്. കാരണം പുള്ളിക്കാർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം, നല്ല രീതിയിൽ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അറിയാം. അപ്പൊ അഖിൽ മാരാരും റിയാസ് സലീമിനെ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും ഈ പറയുന്ന മാതിരി ഈ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട് പൂജ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഈ പറയുന്ന മാതിരി അവരുടെ ആ ഒരു ഗെയിമിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിം ആണെന്ന് പറയാമെങ്കിൽ പോലും അവരുടെ ഗെയിമിന്റെ പർപ്പസ് എന്ന് പറയുന്നത് വോട്ട് നേടുക അല്ലെങ്കിൽ ജയിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ തമ്മിൽ കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 3 ജഡ്ജസിനെ കൊണ്ടുവന്ന ശേഷം അവർ തമ്മിൽ ഉണ്ടാക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നതും ഈ ഷോ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതും ഈ ഷോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതും ഇതിനകത്തുള്ള അടിയും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാനാണ് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ TRP റേറ്റിംഗ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അടിയും വഴക്കുണ്ടെങ്കിൽ മാത്രമേ റേറ്റിംഗ് കാണത്തുള്ളൂ. അടിയും വഴക്കുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ഈ ഷോ കാണത്തുള്ളൂ. അത് നന്നായിട്ട് അറിയാം. ആൻഡ് ഈ പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ പറയുന്ന 40 പേര് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞൂടാത്ത ആൾക്കാരാണ്. അത് മാത്രമല്ല അവർ തമ്മിൽ അടി ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ മാതിരി 3 ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഉള്ള അടിവെക്കാൻ നല്ല സാധ്യതയുള്ള 3 ആൾക്കാരെ നമുക്ക് ജഡ്ജസ് ആയിട്ട് കൊണ്ടുവരുത്താം. അപ്പൊ അവർ തമ്മിൽ അടി വെച്ചോളും. ആൻഡ് ഷോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ നമ്മളിനി കാണാൻ പോകുന്നതെന്ന് പറയുന്നത് കണ്ടസ്റ്റൻസ് തമ്മിലുള്ള മത്സരമല്ല. ഈ പറയുന്ന മാതിരി ഏതൊക്കെ കണ്ടസ്റ്റന്റ് ഞാൻ പറഞ്ഞു 3 ടീമാണ് ഇവർ എടുത്തിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന 3 ടീമിൽ നിന്നും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പറയുന്ന ഒരു ബിഗ് ബോസിന്റെ ഇത്തവണത്തെ സീസണിലോട്ട് 3 കോമണർ എൻട്രി ഉണ്ടാവാനാണ് സാധ്യത കൂടെ. ആൻഡ് ഈ പറയുന്ന 3 ടീമിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ടീമിൽ നിന്ന് 3 പേരായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി മിക്സ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. സോ ഇത് തീരുമാനിക്കുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു വാക്കെന്ന് പറയുന്നത് മേ ബി ജഡ്ജസിന്റെ ആയിരിക്കും അല്ലെങ്കിൽ ഇതൊരു പോയിന്റ് സിസ്റ്റത്തിന്റെ ബേസിസിലായിരിക്കും പോകുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ പറയുന്ന ഇവരുടെ 3 ടീം തമ്മിൽ ഇപ്പോൾ ആക്ച്വലി ടീമിനകത്തുള്ള ആൾക്കാർ തമ്മിലാണ് മത്സരമെങ്കിലും ഈ പറയുന്ന മാതിരി അവസാനം ഇത് 3 ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ബേസിക്കലി എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പറയുന്ന മാതിരി ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരം അല്ലെങ്കിൽ ഈ ടീമുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ ടീമിന്റെ ഒരു ക്യാപ്റ്റൻസ് അല്ല ഈ ടീമിനെ ലീഡ് ചെയ്യുന്ന ആൾക്കാർ ഒബ്വിയസ്ലി 3 ജഡ്ജസ് ആണ്. അപ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന ജഡ്ജസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ സ്വരച്ചേർച്ചയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കും ടോക്സിനും ഒക്കെ ഉള്ള സിറ്റുവേഷൻ ഉറപ്പായിട്ടും വരും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴേക്കും തീർച്ചയായിട്ടും അവർ തമ്മിലൊരു അടിയും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഓഫ് കോഴ്സ് TRP റേറ്റിംഗ് കൂടും, ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്ന് കാണും. അവരെന്തായാലും ഈ പറയുന്ന മാതിരി റിയാസ് ഒക്കെ നമുക്കറിയാം ആ ഒരു സീസണിൽ വന്ന് അവിടെ മൊത്തം തകർത്ത ആളാണ്. ആൻഡ് അഖിൽ മാലാറാണെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. ആ ഒരു സീസൺ അഖിൽമാരുടെ സീസണാണ് ഈ പറഞ്ഞ മാതിരി പലരുടെയും ഏറ്റവും ഫേവറേറ്റ് സീസൺ എന്ന് പറഞ്ഞാൽ, കാരണം അത്രയും കിടിലൻ പ്ലെയർ ആണ്. സോ പുള്ളിക്കാരന്റെയും ഇത് നമുക്കറിയാം. ആൻഡ് രഞ്ജിനി ഹരിദാസ് ഓഫ് കോഴ്സ് നമ്മുടെ പേളിമാണിയൊക്കെ ആ ഒരു രഞ്ജിനി ഹരിദാസിന്റെ സീസൺ 1 പേളിമാണിയൊക്കെ പുള്ളിക്കാരി അങ്ങ് പറഞ്ഞ് അവിടെ ഒതുക്കി അങ്ങ് ഇരുത്തി. അത്രയും കിടിലായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾക്കുള്ള ചാൻസസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകാനുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് എനിവേ ഈ പറയുന്ന മാതിരി ഇനി എന്താണ് ഇനി മുന്നോട്ട് നടക്കുന്നതെന്ന് നമുക്കറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷോ കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ബിഗ് ബോസ് ആക്ച്വലി നമ്മുടെ ഒറിജിനൽ ബിഗ് ബോസ് എപ്പോൾ തുടങ്ങും, സീസൺ 8 എപ്പോൾ തുടങ്ങും എന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ട്. ആൻഡ് ഈ പറയുന്ന ഒരു സംഭവം, ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഈ പറയുന്ന മാതിരി മലയാളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. ഇപ്പം തമിഴിൽ ഈ സംഭവം തുടങ്ങുന്നുണ്ട്. കോമണർ എൻട്രിക്ക് വേണ്ടി അവർ വേറൊരു പേരിൽ വേറൊരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ബിഗ് ബോസിന്റെ എല്ലാ ഫോർമാറ്റിലും ഈ പറയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. അതായത് കോമണേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ പോലെയൊക്കെ ജസ്റ്റ് ഒരു ഓഡിഷൻ പ്രോസസ്സ് മാത്രമായിട്ട് നടത്താണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ കമ്പീറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 1-2 കോമണർ എൻട്രി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞൊരു സംഭവം ചെയ്തിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഈ പറഞ്ഞ മാതിരി തമിഴിൽ വന്നിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് ഇവിടെ മലയാളത്തിലും വന്നിട്ടുണ്ട്, ഹിന്ദിയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. സോ ഈ പറയുന്ന ഒരു സംഭവം കഴിഞ്ഞാൽ ഉടനെ ആയിരിക്കും ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നത്. ആൻഡ് ഇതെപ്പോൾ കഴിയും എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. പലരും പറയുന്നത് ഇതൊരു 15 ദിവസം അല്ലെങ്കിൽ 15 ദിവസമാണ് ഈ പറയുന്ന ഒരു സംഭവത്തിന്റെ വാലിഡിറ്റി എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് ആക്ച്വലി 15 ദിവസം പോകുമെന്ന്, ചിലപ്പോൾ 15 മുകളിൽ പോകാനും ചാൻസ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ഒരു സംഭവം വരുമ്പോൾ ഇത് ആൾക്കാർ എങ്ങനെ എടുക്കുന്നു, ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇൻ ദ എൻഡ് ഇതൊരു റിയാലിറ്റി ഷോ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ഷോയുടെ സക്സസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ ആൾക്കാർ ഇത് സ്വീകരിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നത്, ആൾക്കാർ ഇത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, എത്രത്തോളം വ്യൂസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് ഈ ഒരു സംഭവം അഡ്ജസ്റ്റ് ആവാനാണ് സാധ്യത. ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ 15 ദിവസം പോലും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഏറെ ഒരു 10 ദിവസം അതിനകത്ത് തന്നെ ഇത് അവർ ബിഗ് ബോസിലോട്ട് പോകും. കാരണം അവർക്ക് അതാണ് ലാഭം എന്ന് പറയുന്നത്. ഇനി അതല്ല നല്ല വ്യൂസും കാര്യങ്ങളും നല്ല എൻഗേജിംഗ് ആയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നെങ്കിൽ 15 തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അവരത് ഒരു 20-21 ദിവസത്തിലൂടെ കൊണ്ടുപോകാം. പക്ഷെ ഇതൊക്കെ എൻ്റെ ഒരു ഊഹം മാത്രമാണ്. പക്ഷെ എന്താണെങ്കിലും ഇത് അറിയണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഓഗസ്റ്റ് 30 വരെ കാത്തിരുന്നേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 15 ദിവസമാണ് ഈ പറഞ്ഞൊരു സംഭവം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ മാതിരി 15 ദിവസം കഴിഞ്ഞ ശേഷം നമ്മുടെ ഒറിജിനൽ ബിഗ് ബോസ് വരുന്നതാണ്. അവിടെ നമ്മുടെ കണ്ടസ്റ്റൻസിനൊപ്പം ഈ പറയുന്ന 3 കോമണേഴ്സും കൂടെ വരുന്നതോടെ സംഭവം നല്ല കളറാവും. അപ്പം ഇത്തവണ എന്തായാലും ഈ പറയുന്ന മാതിരി നല്ല ഒരു കിടിലൻ ടീമിനെ തന്നെയാണ്. ഇപ്പം ഒരുപാട് സജഷൻസും ഒരുപാട് എക്സ്പെക്ടഡ് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. ആൻഡ് ഇതിലെല്ലാം വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടീമാണ്. നിങ്ങളിപ്പം ഈ പറയുന്ന മാതിരി നമ്മുടെ കോമണർ എൻട്രിയിൽ ഇപ്പം വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ നോക്കിയാലും അവർ ഓൾറെഡി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഇത്തവണത്തെ സീസണിൽ വരാൻ പോകുന്നതെന്ന് പറയുന്നത് അതിനേക്കാളും അടിപൊളി ആൾക്കാരായിരിക്കും. അപ്പൊ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീസൺ തന്നെ ആയിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്ത് പോലൊന്നും ആയിരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യത്ത് ഓഫ് കോഴ്സ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പക്ഷെ അതിനേക്കാളൊക്കെ അടിപൊളി സീസണാണ് ഈ പ്രാവശ്യം വരാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയമില്ല. സോ ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് ലാലേട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ലാലേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. റനീഷ് ഓഫ് കോഴ്സ് നല്ലൊരു ഹോസ്റ്റാണ്, പക്ഷെ ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ലാലേട്ടന്റെ ആ ഒരു ഹോസ്റ്റിങ്ങും ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊന്നും അത് നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സോ ഞാനും കാത്തിരിക്കുന്നത് അതിന് തന്നെയാണ്. ലാലേട്ടൻ വന്ന ശേഷം ഈ പറയുന്ന നമ്മുടെ ഒറിജിനൽ ബിഗ് ബോസിന്റെ ഒരു ലോഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത്. സോ നമുക്ക് ഈ പറയുന്ന മാതിരി ഈ ഒരു സംഭവം അഗ്നിപരീക്ഷ എന്ന് പറയുന്ന സംഭവം നമുക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. സോ എല്ലാവരും ഇത് കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ സീസണിൽ അനീഷയുടെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ അനീഷ് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇത്രയും കാലത്ത് ഒരു ബിഗ് ബോസിന്റെ സീസണിൽ ഒരു കോമണർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അനീഷയുടെ മൂവ്മെന്റ് ആയിരുന്നു. അതുപോലെ സത്യം പറഞ്ഞാൽ ആരും ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അതും അനീഷേട്ടൻ ഭയങ്കര യൂണീക്ക് ആയിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമും ഭയങ്കര പ്രിപ്പറേഷൻസും, അതായത് നല്ല കിടിലായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടാണ് പുള്ളി ഇവിടെ ഗെയിം കളിച്ചത്. ആൻഡ് പുള്ളിക്ക് ഒരു അപ്പറേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് പുള്ളി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ പുള്ളിക്ക് അത്യാവശ്യം നല്ലൊരു ഫാൻ ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അനീഷേട്ടൻ കഴിഞ്ഞ തവണ കപ്പ് എടുക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. സോ അനീഷേട്ടൻ ഈ പറഞ്ഞ മാതിരി പുള്ളി നല്ല കഴിവുണ്ടായിട്ടും നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് പോലും പുള്ളി ഒരു കോമണർ ആയതുകൊണ്ട് മാത്രമാണ് പുള്ളി ആക്ച്വലി
ഫസ്റ്റിൽ സെക്കൻഡിലോട്ട് പോയത്. സോ ആ ഒരു കാര്യം കൂടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ നമ്മളിപ്പോൾ ആദ്യം കാണുന്നത് കോമണേഴ്സിനെയാണ്. അപ്പം ഒബ്വിയസ്ലി ഈ പറയുന്ന കോമണേഴ്സിനെ നമ്മൾ ആദ്യം കാണുമ്പോഴേക്കും നമ്മൾ അവരോട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് വരും. സോ അവർക്ക് ഈ പറയുന്ന ബിഗ് ബോസ് തുടങ്ങുമ്പോഴേക്കും തീർച്ചയായിട്ടും അവർക്ക് ഒരു അപ്പർ എഡ്ജ് കിട്ടും. ആൻഡ് നമുക്കറിയാം ബാക്കി വരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഒബ്വിയസ്ലി നല്ല പോപ്പുലർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരിക്കും. സോ അവർക്ക് തീർച്ചയായിട്ടും ഒരു അപ്പർ എഡ്ജ് ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്ക് എന്തായിരിക്കും അവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കോമണേഴ്സിന് ഒരു അപ്പർ എഡ്ജ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ കണ്ടസ്റ്റൻസ് അവർ ഓഫ് കോഴ്സ് സെലിബ്രിറ്റീസ് ആയിരിക്കും. അപ്പം കോമണേഴ്സിന് ഒരു എഡ്ജ് കൊടുത്തുകൊണ്ട് ഈ സെലിബ്രിറ്റീസിന്റെ ഒരു ലെവലിൽ എത്തിക്കുക. അതായത് രണ്ടുപേരുടെയും പ്ലേയിങ് ഗ്രൗണ്ട് ഒന്ന് ലെവൽ ചെയ്യുക എന്നുള്ളതാണ് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പറയുന്ന ഒരു ബിഗ് ബോസിന്റെ അക്നിപരീക്ഷ എന്ന് പറയുന്ന സംഭവം കാണുക. കാരണം ഈ ഒരു സംഭവം കണ്ടാൽ മാത്രമേ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കണ്ടാൽ മാത്രമേ അല്ലെങ്കിൽ സിനിമയുടെ തുടക്കം കണ്ടാൽ മാത്രമേ നമുക്ക് പിന്നെ ആ സിനിമ മൊത്തം കണ്ടാൽ അതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. സോ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ആ ഒരു ഷോ നിങ്ങൾ എല്ലാവരും ഫുൾ ഇരുന്ന് കാണുക, മൊത്തം സീസൺസ് കാണുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോ ആണ്. എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ അത്രേ പറയാനുള്ളൂ. ഈ പറയുന്ന മാതിരി മത്സരത്തിലും കാര്യങ്ങളൊക്കെ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരത്രയും നല്ല രീതിയിൽ നോക്കുന്നില്ല. ഈ പറയുന്ന മാതിരി ഞാൻ ആദ്യം പറഞ്ഞു ഈ പറഞ്ഞ മാതിരി ഗെയിമിന്റെ ഇടയിൽ കാറ്റടിക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും ഈ പറയുന്ന മാതിരി ഈക്വലി ആ ഒരു സംഭവം കിട്ടുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കും മേ ബി അവർ ജഡ്ജസിനെയും കൂടെ കൊണ്ടുവച്ചിരിക്കുന്നത്. കാരണം ഈ പറയുന്ന മാതിരി ജഡ്ജസ് ഈ ഗെയിം അല്ലെങ്കിൽ ടാസ്കുകൾ ജയിക്കുക മാത്രമാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി അതായിരിക്കാം. പക്ഷെ ആ ഒരു ക്രൈറ്റീരിയ മാത്രം ബേസ് ചെയ്ത് ഇത് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ പറഞ്ഞ മാതിരി ഗെയിം എങ്ങനെ കളിക്കുന്നു, ഫെയർ പ്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജഡ്ജസിന് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ബാക്കിയുള്ള അങ്ങനത്തെ സിറ്റുവേഷൻസിനൊക്കെ ഉള്ള ഒരു ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ 3 ജഡ്ജസ് എന്ന് പറഞ്ഞാൽ കിടിലങ്ങളാണ്. 3 ദിശകളിൽ അല്ലെങ്കിൽ 3 ഡയറക്ഷനിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. സോ ഒബ്വിയസ്ലി നല്ല രീതിയിലുള്ള വഴക്കും അടിയൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ലൈവായിട്ട് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ഹോട്ട്സ്റ്റാർ ആപ്പ് വഴി കാണാൻ പറ്റും. സോ എന്തായാലും ഈ പറയുന്ന മാതിരി ഒരുപാട് അടിക്കും വഴക്കിനും ഒക്കെ ഉള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഷോ എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി പറയുന്നത് അടിയും വഴക്കം ഉണ്ടാക്കുന്നത് നല്ലതല്ല. ബട്ട് എനിവേ ഈ പറഞ്ഞ മാതിരി ഷോയുടെ ഒരു നല്ലത് അല്ലെങ്കിൽ ഷോയ്ക്ക് ഒരു TRP റേറ്റിംഗ് നല്ലൊരു TRP റേറ്റിംഗ് കിട്ടുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മളത് സ്വീകരിക്കണമെന്നാണല്ലോ. സോ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ മാതിരി വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. ഈ പറഞ്ഞ മാതിരി തന്നെ ഇന്നിപ്പോൾ അടുത്ത എപ്പിസോഡ് റിലീസ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് കാണാം. കണ്ട ശേഷം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ് അജിത്ത്.